റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ പുഷ്പ 2 എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കാര്യം വെളുപ്പിന് 4 മണി വരെ മുതൽ ഇതിൻ്റെ ഷോ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ. എന്തായാലും പുഷ്പ കണ്ടു. കാര്യം ആൾക്കാരുടെ പ്രതീക്ഷകൾ പോലെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വലിയൊരു സംശയം തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം അല്ലു അർജുനും രശ്മികയും അല്ലെങ്കിൽ ഫഹദ് ഫാസിലും ഒക്കെ ഒരുമിക്കുമ്പോൾ ഒരു സിനിമ നമ്മളൊരു പുഷ്പ എന്ന് പറയുന്ന അതിൻ്റെ ആദ്യ പാർട്ട് പോലെ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് ആൾക്കാർ കണ്ടത്. കാര്യം അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ രീതിയിലായാലും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വലിയൊരു സിനിമ, നമ്മുടെ രാജ്യത്തിറങ്ങുന്ന ഏറ്റവും വലിയ സിനിമകളിൽ ഒരെണ്ണത്തിൻ്റെ ഒരു റിലീസായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലൊക്കെ ഒരുപാട് സ്ക്രീനുകൾ തന്നെ അവർ ഈ പുഷ്പ 2 വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യ പാർട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്ന രീതിയിലായിരുന്നു അല്ലു അർജുൻ്റെ ആണെങ്കിലും പ്രത്യേകിച്ച് ഫഹദ് ഫാസിലിൻ്റെ ആണെങ്കിലും ഒക്കെ ഉള്ള ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഈ അല്ലു അർജുനും ഈ ഫഹദ് ഫാസിലിനും ഒക്കെ ആദ്യ പാർട്ടിലെ പോലെ രണ്ടാം പാർട്ടിലെയും പ്രകടനങ്ങൾ കൊണ്ട് പ്രേക്ഷകൻ്റെ ശ്രദ്ധയോ അല്ലെങ്കിൽ കയ്യടിയോ നേടാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം അനാവശ്യമായിട്ടുള്ള കുറേ ഫൈറ്റുകളും ഒരു ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫൈറ്റുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സിനിമയ്ക്കകത്താണെങ്കിൽ കാര്യം നമ്മളൊന്നും പ്രതീക്ഷിച്ച ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പോലും ഈ പറഞ്ഞ ഈ പടമോ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിന് സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടു തന്നെ അറിയണം. കാര്യം ഓരോ പ്രേക്ഷകൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെയല്ല മറ്റൊരാൾക്ക് ചിലപ്പോൾ സിനിമ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അത്രയും ഒരു സിനിമ അതിനോട് ഇഷ്ടം ഉണ്ടാവത്തില്ല. അങ്ങനെ പല പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ഓരോ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പുഷ്പ 2 നമ്മൾ കണ്ടു തന്നെ തീരുമാനിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെ കണ്ടപ്പോഴത്തേക്ക് പലർക്കും അറിയാം ഒരു നാഷണൽ അവാർഡ് വന്നപ്പോഴത്തേക്ക് അല്ലു അർജുന് ഒരു നാഷണൽ അവാർഡ് എടുത്ത് കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് പാർട്ടിൽ നാഷണൽ അവാർഡ് കൊടുത്തെങ്കിൽ സെക്കൻഡ് പാർട്ടിലും കൂടെ വേണമെങ്കിൽ അല്ലു അർജുന് ഒരു നാഷണൽ അവാർഡ് കൊടുക്കാവുന്നത് തന്നെയാണ്. ഇതിനെ ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഒരു പരിഹസിച്ച് പറയാമെന്നൊന്നും വിചാരിക്കേണ്ട. കാര്യം ഫസ്റ്റ് പാർട്ടിലെ ആ ഒരു പെർഫോമൻസിന് കൊടുത്തെങ്കിൽ എനിക്കൊന്ന് അത്രത്തോളം ഇല്ലാത്ത ഈ രണ്ടാം പാർട്ടിലെ പെർഫോമൻസിന് ഒരു നാഷണൽ അവാർഡ് കൂടെ കൊടുത്ത് ഇന്ത്യയിലെ പ്രേക്ഷകരെ മൊത്തം ഞെട്ടിച്ചാലും അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. കാര്യം അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഫഹദ് ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് പ്രതീക്ഷകളാണ് ഫസ്റ്റ് പാർട്ടിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ പുഷ്പ പോലുള്ള അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കൊണ്ട് ഇന്ത്യയിലുള്ള ഒരുപാട് പ്രേക്ഷകരുടെ ശ്രദ്ധ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു തെലുങ്കിൽ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സിനിമകൾ നായകവശത്തിൽ വരത്തക്ക രീതിയിലുള്ള അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു പാർട്ടിനകത്ത് ഇപ്പോൾ ഫഹദ് ഫാസിലിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അദ്ദേഹത്തിന് അത്രമാത്രം ഉള്ള പ്രാധാന്യമേ ഉള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ സിനിമയ്ക്കകത്ത്. ഇതൊരു അല്ലു അർജുൻ്റെ ഒരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഫഹദ് ഫാസിലിനും ഉയരാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ കണ്ടതിൻ്റെ അപ്പുറത്തൊന്നും എത്താൻ ഫഹദ് ഫാസിലിന് സാധിച്ചില്ല. ഇതിനകത്ത് ആർക്കും സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം എനിക്ക് തോന്നുന്നു പക്ഷേ ചിലപ്പം ഇനിഷ്യൽ കളക്ഷനിലൂടെ ഒരു വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ കാര്യം അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ രീതി കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഒരു വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ചിലപ്പോൾ ഇനിഷ്യൽ കളക്ഷനായിട്ട് അതിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കുകളും ഇതിൻ്റെ ക്യാമറയൊക്കെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ തന്നെ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു കഥയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തിരക്കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംഭാഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒന്നും നമുക്ക് അത്രയും പ്രശംസിച്ച് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇത്. ഞാൻ മുമ്പേ പറഞ്ഞ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പം കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധിക്കും. എന്തായാലും ഈ സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.